ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും അഭിഷിക്തന്മാരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. റോമർക്കെതി ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. വളരെ ശക്തമായ ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും സഹായിച്ചത്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി റോമ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ദൂതാണ്. ഇതിനകത്ത് 2 കണ്ടന്റാണ് മറിഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്ന്, ജീവനും വിശുദ്ധിയും അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടായിരിക്കണം. 2, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആമേൻ. 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. 2, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കേൾക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഇവിടെ ഇത് ദൈവപ്രസാദമുള്ള ജീവനും വിശുദ്ധിക്കുമുള്ള ഒരു യാഗമായി എന്നെ സമർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുന്നതാണ്. ആമേൻ. അതിലൂടെ ഒരു മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ റോമാ സഭയ്ക്കും അവിടെ കിടക്കുന്ന ക്രിസ്തുമത വിശ്വാസികൾക്കും മറ്റു മത പണ്ഡിതന്മാർക്കും എഴുതി വെച്ചിരിക്കുക, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ആ വാക്ക് വളരെ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. നമ്മളുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾ ആരുമായിക്കോട്ടെ, അത് ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ, പക്ഷെ അവരെ കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരു മനസ്സലിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ആമേൻ. യേശുവിന്റെ അടുക്കലേക്ക് ദൈവവചനം കേൾക്കുവാൻ വന്ന ജനം 3 രാത്രി മുഴുവനും 3 പകല് മുഴുവനും ആമേൻ വചനം കേട്ട് തിരിച്ചു പോകുമ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു എന്ന് വെച്ചാൽ ഈ ജനം വിശന്ന് ദാഹിച്ച് കടന്നു പോകുകയാണ്. ഇവർക്ക് എന്തെങ്കിലും കരിപ്പാൻ കൊടുക്കണമെന്നുള്ള ഒരു മനസ്സലിവ് ദൈവത്തിന് അവിടെ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ മനസ്സലിവാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ ആ യേശുക്രിസ്തുവിന്റെ അതേ മനസ്സ് ആമേൻ അവന്റെ അകത്തേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ, സഹോദരന്മാരെ, ഒരു കാലത്ത് എന്നെ ഉപദ്രവിച്ചവർ, എന്നെ നാടുകടത്തിയവർ, എന്നെ തിരസ്കരിച്ചവർ, എന്റെ ശത്രുക്കൾ എന്നൊക്കെ നമ്മൾ ലോകപരമായി ചിന്തിച്ചു പറയുന്നവരെ മുമ്പിൽ പൗലോസ് പറയാ, ഐ ബിലവഡ് ബ്രദേഴ്സ്, എന്റെ സഹോദരന്മാരെ, ആമേൻ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിപ്പിൻ. അപ്പം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി എന്നെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവിക പദ്ധതികളും ദൈവിക വാഗ്ദത്തങ്ങളും എൻ്റെ മേലും നിങ്ങളുടെ മേലും നിവർത്തിക്കപ്പെടുന്നത്. കേൾക്കുന്ന ദൂത് കേട്ടിട്ട് തിരിച്ചു പോകുകയല്ല ചെയ്യുന്നത്. ആ കേൾപ്പിച്ച ദൂതിന് വേണ്ടി വില കൊടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം എന്നിൽ പ്രകടമായാൽ, നിങ്ങളിൽ പ്രകടമായാൽ, അവിടെയാണ് ദൈവത്തിന് പ്രവർത്തികൾ ആരംഭിക്കുന്നത്. 2ാമത്തെ കണ്ടന്റ് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ നശിച്ചു പോകുന്ന നാമാവിശേഷമായി പോകുന്ന ജഡത്തിൽ ജീവിക്കുന്ന ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ എന്ത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ ചിന്തകൾ, നോട്ടങ്ങൾ, വിചാരങ്ങൾ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനപരമായി ഒരു മാറ്റം വരുത്തുവാൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണത്തിന് ദൈവം ഒരിക്കലും തടസ്സമല്ല, സ്വർഗം ഒരിക്കലും തടസ്സമല്ല, ഈ വചനം ഒരിക്കലും തടസ്സമല്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദം
ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാകുന്നു? ആമേൻ. മറ്റുള്ളവരുടെ കുറ്റം വിധിക്കുവാനോ വിരൽ ചൂണ്ടുവാനോ അല്ല. ആമേൻ. അവരെ ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ മനസ്സലിവോടുകൂടെ അവരോട് ഇടപെടുവാൻ, ദൈവ സ്നേഹത്തിൽ ഇടപെടുവാൻ, നന്മയും ആമേൻ പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി അവരെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ഒരു ദൈവകൃപ നിന്നിലും എന്നിലും വെളിപ്പെട്ടാൽ നമ്മളിലൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിന് വേണ്ടത് 1 സമർപ്പണം, 2 ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് വേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.